അതിഥിയുണ്ട്. അതായത് ലോക ക്യാൻസർ ദിനം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. ക്യാൻസർ ദിനത്തിൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ വരുൺ രാജ് ആണ്. അദ്ദേഹം ഓങ്കോളജിസ്റ്റ്, മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ. ഡോക്ടർ വരുൺ രാജ്, സ്വാഗതം ഗുഡ് മോർണിംഗ് റിപ്പോർട്ടറിലേക്ക്. നമസ്കാരം ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ നമ്മൾ ഇന്നിപ്പോൾ ക്യാൻസർ ദിനത്തിൽ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ്. അതായത് ഈ പരിചരിക്കുന്നവർ നമുക്ക് ചുറ്റും, അതായത് ഈ ക്യാൻസർ ബാധിതരായ ആളുകൾക്ക് ചുറ്റുമുള്ള ആളുകൾ, പരിചരിക്കുന്ന ആളുകൾ, ഒപ്പം അവർക്ക് നൽകേണ്ട കെയറുകൾ ഒക്കെയുണ്ട്. ഇതിപ്പോൾ ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ചലഞ്ചസുകൾ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഒരാളായിരിക്കുമല്ലോ, ഒരുപാട് പേരെ കാണുന്നുള്ള, ഒരുപാട് ജീവിതങ്ങൾ കാണുന്ന ആളാകുമല്ലോ. അപ്പോൾ ഈ ജീവിതങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം, ജീവനുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം എന്ന് തോന്നുന്നു. അതെ, അതായത് ഒരു ഓങ്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. കാരണം ക്യാൻസർ എന്ന അസുഖം കോംപ്ലക്സ് ആണെന്നറിയാലോ, സങ്കീർണമായിട്ടുള്ള ഒരു അസുഖമാണ്. അതിൻ്റെ ചികിത്സയും സങ്കീർണമാണ്. പക്ഷേ അതിൻ്റെ ഓങ്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മളതിൽ ട്രെയിൻഡ് ആണ്, നമ്മളെല്ലാ ദിവസവും കാണുന്നതാണ്, നമ്മളെപ്പോഴും ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ചികിത്സയുടെ കാര്യത്തിൽ നമുക്ക് വലിയ വെല്ലുവിളികൾ ഇല്ല എന്ന് പറയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ആൾക്കാരുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ ക്യാൻസറിനെ പറ്റി ഇപ്പോഴുമുള്ള ഭീതി, അതിനെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മൾ ചികിത്സയെക്കാളും കൂടുതലായിട്ട് സമയം നമുക്ക് ആവശ്യമായി വരുന്നത് ആൾക്കാരുടെ ഈ തെറ്റിദ്ധാരണ മാറ്റി, കാരണം ഇത് പൂർണ്ണമായിട്ടും മാറുന്ന ഒരു അസുഖമാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അതായത് ക്യാൻസർ ചികിത്സ കുറച്ച് ചിലവേറിയതാണ്. അപ്പം എല്ലാ സർക്കാർ ഹോസ്പിറ്റലുകളിലും അതിനുള്ള മതിയായ ചികിത്സ ഉണ്ടാകണമെന്നില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇൻഷുറൻസിനെ പറ്റിയുള്ള ബോധ്യമൊക്കെ ഇപ്പം കൂടുതൽ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചലഞ്ചസ് ആണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇന്നലെ ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി, പ്രിവെന്റീവ് ഓങ്കോളജി ക്ലിനിക്കുകൾ തുടങ്ങുമെന്ന് പറയുകയുണ്ടായി. ഇതിപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിക്കുന്നതാണ്, ഈ പ്രിവെന്റീവ് ഓങ്കോളജി ക്ലിനിക്കുകൾ ഇത് എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയും എന്നുകൊണ്ടാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എത്രത്തോളം നമുക്ക് ക്യാൻസറിനെ അതിജീവിക്കാൻ കഴിയും? പ്രിവെന്റീവ് ഓങ്കോളജി എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു വിഷനാണ്. കാരണം അതിനകത്ത് പല ഭാഗങ്ങളുണ്ട്. നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാകേണ്ടതും ജീവിതശൈലിയുടെ ഭാഗം ആകേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. കാരണം ഏറ്റവും പ്രധാനം ക്യാൻസറിനെ പറ്റിയുള്ള അവയർനെസ് ആൾക്കാരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ, അത് ഭക്ഷണ രീതി മുതൽ വ്യായാമം മുതൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. അതോടൊപ്പം തന്നെ സ്ക്രീനിങ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്ന സ്ക്രീനിങ്ങിൻ്റെ പ്രാധാന്യം. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വിചാരിക്കുന്നത് ക്യാൻസർ എന്ന് പറയുന്നത് പ്രായമുള്ളവരിൽ മാത്രം ആക്ച്വലി ഉള്ള അസുഖമാണ്, സ്ക്രീനിങ് അല്ലെ അതുപോലുള്ള പരിശോധനകൾ നമ്മൾ ചെയ്യേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഒരു മുക്കാൽ പങ്കുള്ള ആൾക്കാരും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുക. പക്ഷെ അത് വലിയൊരു തെറ്റാണ്. കാരണം ക്യാൻസർ ഇപ്പോൾ കൂടുതലും ചെറുപ്പക്കാരിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസറിൻ്റെ ഒക്കെ സ്ക്രീനിങ് 20 വയസ്സ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ കൂടുതൽ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കുക. അപ്പോൾ പ്രിവെൻറ്റീവ് ഓങ്കോളജിയുടെ പല കാര്യങ്ങളിൽ ഒന്നാണ് സ്ക്രീനിങ്. പക്ഷേ ക്യാൻസർ എന്നുള്ളത് നമുക്ക് എപ്പോഴും ആക്ച്വലി ഒരു കാരണങ്ങൾ കൊണ്ടല്ല ഉണ്ടാകുന്നത്. ക്യാൻസർ എപ്പോഴും പല കാരണങ്ങൾ ഒരാൾക്കാരിൽ സംഭവിക്കുമ്പോഴാണ് ഒരാളിൽ ക്യാൻസർ വരുന്നത്. അതുകൊണ്ട് ക്യാൻസറിനെ മൾട്ടി ഫാക്ടോറിയൽ എന്നാണ് നമ്മൾ യൂഷ്വലി പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്യാൻസർ വരാതെയുള്ള പ്രതിരോധം നമുക്കൊരു പരിധി വരെ മാത്രമേ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ കൂടെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് എയർലി ഡിറ്റക്ഷൻ, നേരത്തെ കണ്ടെത്തുക എന്നുള്ളത്. ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ താരതമ്യേന സിമ്പിളായിരിക്കും, കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും, ചികിത്സാ ചെലവ് കുറവായിരിക്കും. രോഗിക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും അവരുടെ ഒരു നോർമൽ ലൈഫിലേക്ക് എത്താൻ കഴിയും. അപ്പം ഇതൊക്കെയാണ്. അപ്പം പ്രിവെൻഷനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വെക്കേണ്ടതാണ് എയർലി ഡിറ്റക്ഷൻ. ഈ രണ്ട് കാര്യങ്ങളുമാണ് പ്രിവെൻറ്റീവ് ഓങ്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ജില്ലാ ആശുപത്രികളിൽ അല്ലെങ്കിൽ ഓരോ ജില്ലകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വളരെ നല്ല കാര്യമാണ്. അത് കൂടുതൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ വാക്സിൻ കൊടുക്കുന്ന പോലെ
അതായത് അംഗൻവാടികളിൽ വരെ നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട ഒരു മെസ്സേജ് തന്നെയാണ് പ്രിവെൻറ്റീവ് ഓങ്കോളജി എന്ന കൺസെപ്റ്റ്. ഇപ്പോൾ ഈ ക്യാൻസർ അവബോധത്തെ പറ്റി ഡോക്ടർ കാട്ടിയതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഡോക്ടർ, ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഈ പൂനം പാണ്ഡെയുമായി ബന്ധപ്പെട്ട അത് ക്യാൻസർ അവബോധത്തിന് വേണ്ടി, ക്യാൻസർ അവയർനെസ്സിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പിന്നീട് അവർ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. സർവിക്കൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമുകൾ, നിരവധി പ്രോഗ്രാമുകൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രൈവറ്റ് മേഖലയിൽ നിന്ന് എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. കൃത്യമായ രീതിയിലുള്ള ഒരു അവബോധം സമൂഹത്തിൽ ഇപ്പോഴും ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് ഡോക്ടർ കരുതുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഇപ്പോഴും നമ്മൾ എല്ലാം ക്യാൻസറിനെ ഒരു ഭയത്തോടെ അല്ലെങ്കിൽ കുറച്ച് മാറ്റി നിർത്തുന്ന ഒരു അസുഖമായിട്ടാണ് കാണുന്നത്. മിക്കവർക്കും അത് നമുക്ക് ഒളിച്ചു വെക്കേണ്ട ഒരു അസുഖമായിട്ട് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും തിരുവനന്തപുരത്തു നിന്നുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ പാലക്കാട് നിന്നുള്ള പേഷ്യൻസ് ഇവിടെ വന്ന് ചികിത്സിക്കുന്നുണ്ട്. അതായത് ഇവിടെ റൂം വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ വീട് വാടകയ്ക്കെടുത്ത് ചികിത്സിക്കുന്നുണ്ട്. അതിനകത്ത് ചിലരുടെയൊക്കെ അങ്ങനെ ചെയ്യാനുള്ള കാര്യം അവരുടെ നാട്ടിൽ ഈ അസുഖം ഉണ്ടെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ആ ഒരു ചിന്താഗതി മാറിയേ പറ്റൂ. കാരണം ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആണ്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഒരു തിരിച്ചറിവും കൂടെ ആകേണ്ടതാണ്. കാരണം ക്യാൻസർ എന്ന അസുഖം ഇന്നൊരു സാധാരണ അസുഖമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനെ മറ്റ് എല്ലാ അസുഖവും പോലെ തന്നെ കാണേണ്ട ഒരു സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പണ്ട് ചെയ്യാറുള്ള പോലെ. കാരണം മിക്ക ആൾക്കാരുടെ മനസ്സിൽ ഒരു 20 വർഷം മുമ്പ് അവർ കണ്ടൊരു സിനിമയിലെ അല്ലെങ്കിൽ അവർ വായിച്ചൊരു നോവലിലെ അല്ലെങ്കിൽ പല ആൾക്കാരും കേൾവി കൊണ്ട് ആണ് ഈ ക്യാൻസറിനെ ഇങ്ങനെ ഭയന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ മെഡിക്കൽ സയൻസ് ഒരുപാട് മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. മിക്ക ക്യാൻസറുകളും നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ക്യാൻസറിനെ മറ്റെല്ലാ അസുഖവും പോലെ തന്നെ കാണേണ്ട ഒരു സമയമാണ് ഇത്. നമുക്ക് ബാക്കിയുള്ള ജീവിതശൈലി അസുഖം പോലെ തന്നെ, അതായത് ഡയബറ്റിസോ കിഡ്നി അസുഖമോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇതുപോലെ അസുഖം പോലെ തന്നെ കാണേണ്ട ഒരു സമയമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഒരസുഖത്തിനെ വേറൊരു അസുഖമായിട്ട് കമ്പയർ ചെയ്യുന്നത് കാര്യമില്ല. പക്ഷേ ഈ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചാൻസ് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് ഉറക്കത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് മരണം സംഭവിക്കാം. ക്യാൻസർ ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് ടൈമുണ്ട്, നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ടൈമുണ്ട്, നമുക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള ടൈമുണ്ട്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് മോഡേൺ മെഡിസിനിൽ ഉണ്ട്. അപ്പോൾ ഒളിച്ചു വെക്കേണ്ടതോ അല്ലെങ്കിൽ ഭയപ്പെട്ട് മാറി നിൽക്കേണ്ട ഒരു അസുഖമല്ല ക്യാൻസർ. മറ്റെല്ലാ അസുഖവും പോലെ തന്നെ നമ്മൾ ക്യാൻസറിനെ കാണേണ്ട സമയം എത്തിയിരിക്കുന്നു. കൃത്യമായിട്ടുള്ള ചികിത്സയെ പോലെ തന്നെയാണ് അതിനെ നേരിടാനുള്ള ഒരു മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അത് ചുറ്റും ഉള്ളവർ നൽകുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഉള്ളത്. നമുക്ക് മുന്നിൽ ചില ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു. നടൻ ഇന്നസെന്റ്, സെലിബ്രിറ്റികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതല്ലാത്ത ജീവിതങ്ങൾ നേരിട്ട് കാണുന്ന ആളാണ് ഡോക്ടർ. അത്തരത്തിൽ നമുക്ക് മാതൃകയായി ഡോക്ടർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചോ ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ? ഒരുപാടുണ്ട്. ക്യാൻസറിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്ന കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ 80 വയസ്സ് വരെയുള്ള ആൾക്കാർ. കാരണം മിക്കവരുടെയും മുഖം എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നു. കാരണം നമ്മൾ എല്ലാവരും, അതായത് കൊച്ചുകുട്ടികളെ നമ്മൾ വിചാരിക്കും അവർക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള കഴിവില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ 9 വയസ്സുള്ള കുട്ടി അല്ലെ 15 വയസ്സുള്ള കുട്ടി ക്യാൻസർ ചികിത്സയുടെ സമയങ്ങളിലെല്ലാം അതിനെ ചിരിയോടെ നേരിടുകയും ഓരോ കോംപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോഴും വീണ്ടും ഫൈറ്റ് ചെയ്യാനുള്ള ശരിക്കും മനക്കരുത്ത് കാണിച്ച കുട്ടികൾ ഉണ്ട്. അതോടൊപ്പം തന്നെ 80 വയസ്സ് കഴിഞ്ഞ ഒരാൾ, കാരണം മിക്കപ്പോഴും നമ്മൾ ചിന്തിക്കുക പ്രായമായി കഴിഞ്ഞാൽ, കാരണം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് നേരിടാനുള്ള ശക്തിയില്ല, അങ്ങനെയൊക്കെയാണ്. ഒരിക്കലും അല്ല. കാരണം നമ്മളെക്കാളുമൊക്കെ ജീവിതം കണ്ടവരാണ് നമ്മുടെയൊക്കെ വീട്ടിലെ മുതിർന്നവർ. അപ്പോൾ ശരിക്കും പ്രായമുള്ളവരും, കാരണം എനിക്ക് ചികിത്സിച്ച് വീണ്ടും അസുഖം മാറി പഴയ പോലെ ആകണം എന്ന് ആത്മവിശ്വാസമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരുപാട് ജീവിതങ്ങളുണ്ട് അങ്ങനെ.
ഡോക്ടർ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പല കാരണങ്ങളുണ്ട് ക്യാൻസർ വരാൻ എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ ലഹരി ഉപയോഗം, പുകയില ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഉപയോഗം അതിൽ വലിയൊരു കാരണമായി തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ 2050 ആകുമ്പോഴേക്കും ലോകത്ത് കൂടുതൽ ക്യാൻസർ ബാധിതരുടെ എണ്ണം കൂടുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് എന്ന് പറയുന്നു. നമുക്ക് കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് റിപ്പോർട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടി വരികയാണ് കേരളത്തിൽ എന്നുള്ളത്. പ്രധാനമായും എന്തൊക്കെ കാരണങ്ങളാണ് ഈ പുകയില ഉപയോഗമല്ലാതെ? കാരണം നമുക്ക് അങ്ങനെ അല്ലാതെ ഉപയോഗിക്കാത്ത ആളുകളടക്കം ക്യാൻസർ ബാധിതരാകുന്ന കാഴ്ച നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായി എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടത് ക്യാൻസർ ബാധിതയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇതിനെ നേരിട്ട് കൊണ്ട് തന്നെയാണ് അമ്മ മരണത്തിന് കീഴടങ്ങിയെന്നുള്ളതാണ്. പക്ഷേ അമ്മ ഒരിക്കൽ എന്നോട് ചോദിച്ചു, ഞങ്ങളോട് പങ്കുവെച്ചിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ക്യാൻസർ വന്നത്? കാരണം അമ്മ കൃത്യമായി ഭക്ഷണത്തിലൊക്കെ നോൺ വെജ് പോലും അധികം ഉപയോഗിക്കാത്ത ഒരാളെന്ന് പറയും. നമ്മളെപ്പോഴും പറയും നോൺ വെജ് പോലും അധികം കഴിക്കരുത്, അങ്ങനെ പോലും ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ പല ആളുകളും അങ്ങനെ ചോദിക്കുന്ന കേട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്താണ് കൃത്യമായിട്ട് ക്യാൻസറിൽ കാരണമായി വരുന്നത് പ്രധാനമായിട്ട്? സാധാരണ ക്യാൻസർ പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. വൈ മീ? എന്തുകൊണ്ടാണ് ഞാൻ? എനിക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആരും ഇമ്മ്യൂണല്ല. ആക്ച്വലി നമുക്ക് ആർക്കും ക്യാൻസർ വരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വരാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്യാൻസറുകളെല്ലാം മൾട്ടി ഫാക്ടോറിയലാണ്. ഒരുപാട് കാരണങ്ങൾ ഒരു രോഗിയിലെ കോശങ്ങളിൽ സംഭവിക്കുമ്പോഴാണ് ക്യാൻസർ വരുന്നത്. അതുകൊണ്ടാണ് പുക വലിക്കാത്തവരിലും ലങ് ക്യാൻസർ വരാം, അല്ലെങ്കിൽ മദ്യം കഴിക്കാത്തവരിലും ലിവർ ക്യാൻസർ വരാം. പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള സാധ്യതകൾ കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഒരാൾ പുകവലിക്കുമ്പോൾ അല്ലെങ്കിൽ ആക്ച്വലി മദ്യം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ആക്ച്വലി അമിതവണ്ണം, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ചെയ്യുമ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ലൊരു ജീവിതശൈലി അഡോപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 30 മുതൽ 40% വരെ ക്യാൻസർ വരാനുള്ള സാധ്യതയെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതൊരു 40% ആകുന്നുള്ളൂ. കാരണം ഇതെല്ലാം ചെയ്താൽ നമുക്ക് ക്യാൻസർ വരില്ലെന്ന് 100% ഉറപ്പോടെ ഇരിക്കാൻ പറ്റില്ല. പക്ഷേ അതിനുള്ള സാധ്യതയെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വെക്കേണ്ടതാണ് ഏർലി ഡിറ്റക്ഷൻ. ഈ പറഞ്ഞ പോലെ നമ്മൾ ആരും ക്യാൻസറിൽ നിന്ന് ഇമ്മ്യൂണല്ല. അപ്പം ഏർലി ഡിറ്റക്ഷൻ, നമ്മൾ അസുഖത്തെ കൃത്യമായി നമ്മൾ നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് കുറച്ചുകൂടെ നല്ല ഒരു കാര്യം. കൃത്യമായിട്ടുള്ള കാലയളവിൽ നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ചികിത്സിച്ച് വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാതെ കൃത്യമായിട്ട് ഡോക്ടറെ കണ്ടിട്ട് എന്താണെന്നുള്ള കാര്യം നോക്കുക. സ്ക്രീനിങ് ടെസ്റ്റുകൾ, അത് കൃത്യ കാലയളവിൽ, നമുക്ക് ഇപ്പോഴും ആ ഒരു സംസ്കാരം വന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അസുഖം ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടെത്താൻ കഴിയും. നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകാനും എത്രയും പെട്ടെന്ന് വീണ്ടും പഴയ ലൈഫിലോട്ട് തിരിച്ചു വരാനും ചെയ്യാം. കാരണം ക്യാൻസർ ക്യൂർ ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊരു നോർമലായിട്ടുള്ള പേഷ്യൻ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ക്യാൻസർ മാറിക്കഴിഞ്ഞാൽ നിങ്ങളൊരു സാധാരണ ആളാണ്. നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഫാമിലി ലൈഫ്, നിങ്ങളുടെ ജോലി, സോഷ്യൽ ലൈഫ് എല്ലാമായിട്ടും മുമ്പോട്ട് പോകാൻ കഴിയും. ഈ സെർവിക്കൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂനം പാണ്ഡെ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് തന്നെ ഈ സെർവിക്കൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വലിയ രീതിയിൽ അത് അതിനപ്പുറത്ത് അവരുടെ ഒരു പോസ്റ്റിനപ്പുറത്തേക്ക് സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു അവബോധം, ഇതിൽ വാക്സിൻ ഉണ്ട്, ഇത് പ്രതിരോധിക്കാനുള്ള ഒരു മാർഗ്ഗങ്ങളുണ്ട്, അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇപ്പോഴും പലർക്കും അറിയില്ല. ഇതിനൊരു കൃത്യമായ വാക്സിനേഷൻ എടുക്കണം, അത് എപ്പോൾ എടുക്കണം, ഏത് പ്രായത്തിലാണ്, വിവാഹത്തിന് ശേഷമാണോ വിവാഹത്തിന് മുൻപാണോ, അങ്ങനെ പല കാര്യങ്ങളിൽ സംശയമുണ്ട്. ഇപ്പോഴും അതിന് കൃത്യമായൊരു അവബോധത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ? അതെ, കാരണം സെർവിക്കൽ ക്യാൻസർ ഇപ്പോൾ കൂടുതലും ചെറുപ്പക്കാരിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ്. പക്ഷേ അതിൻ്റെ വേറൊരു വശം, വളരെ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് സെർവിക്കൽ ക്യാൻസർ. പാപ്സ്മിയർ എന്ന് പറഞ്ഞ സിമ്പിളായിട്ടുള്ള ടെസ്റ്റും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നേരത്തെ കണ്ടെത്താൻ കഴിയുന്ന ഒരു അസുഖമാണ്. പക്ഷേ മിക്ക സ്ത്രീകളും അങ്ങനത്തെ ടെസ്റ്റിന് പോകാൻ അവർക്ക് തീരെ താല്പര്യമില്ല. ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യമില്ല. ഹോസ്പിറ്റലിൽ പോയാലും പാപ്പ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കൊരു മടിയാണ്. പക്ഷേ നമുക്ക് 2 മിനിറ്റിനുള്ളിൽ ഒരു ഗൈനക്കോളജിസ്റ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യം മാത്രമാണ് പാപ്പ് ടെസ്റ്റ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് അസുഖം നേരത്തെ കണ്ടെത്താൻ കഴിയുന്നു. പാപ്പ് ടെസ്റ്റിനോടൊപ്പം തന്നെ HPV ടെസ്റ്റിംഗ് എന്ന് പറയും, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ടെസ്റ്റിംഗ് ഉണ്ട്. ഇത് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓരോ 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം
നമ്മൾ ഈ ടെസ്റ്റ് ചെയ്താൽ മതിയാവും. പക്ഷേ അതിനുപോലും മിക്കവരും റെഡി ആകുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളൊരു സത്യം. ഇന്ന് നമ്മുടെ സെർവിക്കൽ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വാക്സിനുണ്ട്. HPV വാക്സിൻ എന്നാണ് അതിന് പറയുന്നത്. അത് 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് എടുക്കുക. ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ 21 വയസ്സ് വരെയും അത് എടുക്കാനുള്ളൊരു സൗകര്യമുണ്ട്. കാരണം ഒരാൾ സെക്ഷുവലി ആക്റ്റീവ് ആവുന്നതിന് മുമ്പേ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്. അത് സ്ത്രീകൾക്കും എടുക്കാം, പുരുഷന്മാർക്കും, അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും എടുക്കാം, അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും എടുക്കാം. അപ്പോൾ അതും നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി അറിഞ്ഞ് മുന്നോട്ട് വരേണ്ട ഒരു സമയമാണ്. കാരണം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും നേരത്തെ കണ്ടെത്താനും കഴിയുന്ന ഒരു ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. ായിരുന്നു ഇപ്പോൾ ശ്രുതി നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ക്യാൻസർ അവബോധം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏർലി ഡിറ്റക്ഷൻ, ഏറ്റവും പെട്ടെന്ന് ക്യാൻസറിനെ ഇങ്ങനെ ഒരു രോഗം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് രോഗം ഭേദമാക്കുന്നതിന് രോഗിയെ ഏറ്റവും കൂടുതൽ സഹായിക്കുക എന്നുള്ളത്. ഈ ക്യാൻസർ ദിനത്തിൽ ഡോക്ടർക്ക് ഇതിപ്പോൾ കാണുന്ന റിപ്പോർട്ടറിൻ്റെ പ്രേക്ഷകരോട് നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയിലുള്ളവർ കാണുന്നുണ്ടാകാം, ഇതിൻ്റെ അതിജീവിച്ചവർ കാണുന്നുണ്ടാകാം. എല്ലാവരോടും കൂടി ഈ ക്യാൻസർ ദിനത്തിൽ ഡോക്ടർക്ക് ഇത്ര വർഷം വിവിധ രോഗികളെ കണ്ടിട്ടുള്ള, ജീവിതത്തിൻ്റെ പല തലങ്ങൾ കണ്ടിട്ടുള്ള ഒരു വിദഗ്ധൻ എന്ന നിലയിൽ ഈ ദിവസത്തിൽ നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? ഞാൻ ആദ്യം അതങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചിരുന്നു. ക്യാൻസർ ഒരു സാധാരണ അസുഖമായി കാണാൻ നമ്മൾ തുടങ്ങണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു മെസ്സേജ്. കാരണം നമ്മൾ ഒളിച്ചു വെക്കേണ്ടതോ ഭയന്ന് മാറി നിൽക്കേണ്ട ഒരു അസുഖമല്ല ക്യാൻസർ. ഇന്നത്തെ കാലത്ത് കൃത്യമായിട്ടുള്ള ചികിത്സയുണ്ട്. അസുഖം നേരത്തെ കണ്ടെത്താൻ കഴിയും. കൃത്യമായി ചികിത്സിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരികയും നമുക്കൊരു സാധാരണ മനുഷ്യനായിട്ട് മുമ്പോട്ട് പോകാനും കഴിയുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. ക്യാൻസർ ഈസ് നൗ ജസ്റ്റ് അനദർ ഡിസീസ്. ഈ ഒരു മെസ്സേജാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള വിശദമായൊരു വാക്കുകളാണ് അദ്ദേഹം നമുക്ക് പങ്കുവച്ചത്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അതിജീവനം എന്ന് തന്നെയാണ്. അത് അതിജീവിക്കാൻ കഴിയും എന്ന് തന്നെ മനസ്സിനെ ആദ്യം പഠിപ്പിക്കുക. പറഞ്ഞ പോലെ ക്യാൻസറിൽ ഒരു ക്യാനുണ്ട്. അതെ, ഒരു ക്യാനുണ്ട്. വളരെ നന്ദി ഡോക്ടർ വരുൺ രാജ്. വളരെ വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ രാവിലെ തന്നെ റിപ്പോർട്ടറിൻ്റെ പ്രേക്ഷകർക്ക് വിശദമായ രീതിയിലുള്ള അവബോധം നൽകിയത്, ക്യാൻസറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ ഈ ലോക ക്യാൻസർ ദിനത്തിൽ ഞങ്ങളോട് പങ്കുവച്ചതിന് താങ്ക് യു.